ഓണസദ്യ ഓണപരിപാടിയും കഴിഞ്ഞിട്ട് എത്രയോ ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. എന്തായാലും ഇന്ന് ഓണസദ്യ കേട്ടോ. ഓണസദ്യ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു നമുക്ക് ഓണസദ്യ. എല്ലാ വിഭവങ്ങളുമുള്ള ഒരു വിഭവ സമൃദ്ധമായ സദ്യ. കൂടാത്തിന് പാലട പായസം ഉണ്ടായിരുന്നു. അപ്പം നടുവിൽ ഇങ്ങനെ ഒരു കുഴിയൊക്കെ ഉണ്ടാക്കി അതിൻ്റെ കറക്റ്റ് ആ കുഴിയിൽ തന്നെ ഫുൾ ഡയമെൻഷനിൽ നമുക്ക് സാമ്പാർ കിട്ടുമ്പോഴുള്ള സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ. പിന്നെ ദേ പായസവും പപ്പടും. പപ്പടം പഴം മാത്രം മിസ്സിങ് ആയിരുന്നു. പായസം പപ്പടം എന്താ പറയുക, ഒരു അൾട്ടിമേറ്റ് കോംബോ ആണല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഫുള്ള് കംപ്ലീറ്റ് ആയ ഇല നമ്മൾ മടക്കി വെച്ചിട്ടുണ്ട്. ഇതാരെ ഇലയെന്ന് വെച്ചാൽ ഗോപുവിൻ്റെ ഇലയാണ്. അതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ അവൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നെയിം റിവീലിംഗ് ആയിരുന്നു. നെയിം റിവീലിങ്ങിന് മുന്നേ കുറച്ച് ഷോ. നെയിം റിവീലിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ അത്രയൊന്നും നമ്മുടെ ജൂനിയേഴ്സ് വന്നിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലായി. രാഗോണം എന്നാണ് നമ്മുടെ ഓണപരിപാടിയുടെ പേര്. പിന്നെ പിറ്റേ ദിവസത്തെ ഓണപരിപാടി, നമുക്ക് തലേ ദിവസം സദ്യ, പിറ്റേ ദിവസം ഓണപരിപാടി, അങ്ങനെയാണ്. ദേ മാവേലി, പിന്നെ നമ്മുടെ ഷോ ഉണ്ടായിരുന്നു കുറച്ച് നേരം. അതുപോലെ പിന്നെ ദേ നമ്മുടെ നവാനും കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഫോട്ടോഷൂട്ടിന് പോയിട്ടുണ്ടായിരുന്നേ. ഇത് ഞാൻ മാത്രം, എൻ്റെ ഫോട്ടോഷൂട്ട് മാത്രമല്ല എല്ലാവരുടെയും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഓണപരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുന്നു. പ്രത്യേകിച്ച് നമ്മൾ സീനിയേഴ്സ് ആയതുകൊണ്ട് വലിയ പരിപാടി ഉണ്ടായിരുന്നില്ല. സീനിയേഴ്സ് മീൻസ് നമ്മൾ പി ജിക്കാരായതുകൊണ്ട് നമുക്ക് വലിയ റോളൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും നമ്മൾ ഓണപരിപാടിയൊക്കെ കണ്ട് തിരിച്ചു പോകുന്നു എന്ന് പറയാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. നാളത്തെ ഓണത്തിൻ്റെ വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം. ടാറ്റാ ബൈ ബൈ, സീ യു.